Hello friends, welcome to Resolute Academy. ഇന്ന് നമ്മൾ സിലോയിസം പോസിബിലിറ്റിയുടെ ലാസ്റ്റ് കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് 4 കേസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് 5ാമത്തെ കേസാണ് സം നോട്ട്. ഓക്കെ, സോ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത കേസ് എന്ന് പറഞ്ഞാൽ ഓൾ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓളും സം നോട്ടും റിവേഴ്സിൽ പോസിബിലിറ്റി ഉണ്ട്. സം എന്ന് വന്നു കഴിഞ്ഞാൽ ഓളും സം നോട്ട് ബോത്ത് വേസ് പോസിബിലിറ്റി ഉണ്ട്. നോ എ ആർ ബി എന്ന് കിട്ടിയാൽ നോ പോസിബിലിറ്റീസ് ആണ്. നോ കൺക്ലൂഷൻ സിനാരിയോസ് വന്നു കഴിഞ്ഞാൽ എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ഇനി സം നോട്ടിന്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്ലീസ് മേക്ക് ഷുവർ യു റൈറ്റ് ഡൗൺ ദ നോട്ട്സ് ആൻഡ് മേക്ക് പ്രാക്ടീസ് ദ ക്വസ്റ്റൻസ് ആസ് മച്ച് ആസ് പോസിബിൾ. ഓക്കെ, സം നോട്ട് വന്നു കഴിഞ്ഞാൽ സി സം എ ആർ നോട്ട് ബി എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പിൽ പോസിബിലിറ്റീസ് ഉണ്ട്. ബേസിക്കലി സമ്മും നോയും സം ആൻഡ് നോ ബോത്ത് വേസ് ആണ്. സം ആൻഡ് നോ ബോത്ത് വേസ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ടാവും സം എ ക്യാൻ ബി ബി, സം ബി ക്യാൻ ബി എ. സം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതേപോലെ നോ എ ക്യാൻ ബി ബി, നോ ബി ക്യാൻ ബി. അതാണ് ഞാൻ സമ്മും നോയും ബോത്ത് വേസ് എന്ന് പറഞ്ഞത്. അടുത്ത് അതിനൊപ്പം തന്നെ ഓളും സം നോട്ടും എങ്ങനെയുണ്ട്? ഓളും സം നോട്ടും ഇവിടെ കാണുന്നുണ്ടോ? റിവേഴ്സ്ഡ്. ഇവിടെ എ ബി ആണ്, ഇവിടെ ബി ടു എ. സോ ഓളും സം നോട്ടും റിവേഴ്സ്ഡ്. നിങ്ങൾ ഇങ്ങനെ എഴുതി പഠിച്ചിരുന്നാൽ മതി, ഓളും സം നോട്ടും റിവേഴ്സ്ഡ്. ഓക്കെ, സോ സം നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സമ്മും നോയും ബോത്ത് വേസ് വരാം, എന്നിട്ട് ഓളും സം നോട്ട് റിവേഴ്സ്ഡ്. ഇതിൽ ഏതെങ്കിലും ഈ 6 പോസിബിലിറ്റീസ് ഏത് വേണോ ട്രൂ ആവാം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ ഓളും സം നോട്ട് ഒറിജിനൽ ഓർഡർ മാത്രമേ ട്രൂ ആവാതെ ഉള്ളൂ, ബാക്കി എല്ലാ പോസിബിലിറ്റീസ് ഇവിടെ ട്രൂ ആവുന്നുണ്ട്. സോ ലെറ്റ്സ് സി എക്സാമ്പിൾ നോക്കാം. Some teachers are students, no singers, students are singers. So example, first some singers can be teachers. പോസിബിലിറ്റി ആണ്. സിംഗറും ടീച്ചറും ഇടയ്ക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ നോക്കുക. നിങ്ങളിത് പോസ് ചെയ്തിട്ട് നിങ്ങൾ തനിയെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീഡിയോ നോക്കിയാൽ മതി. സോ ദാറ്റ് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ വിതൗട്ട് ലുക്കിംഗ് അറ്റ് ദ വീഡിയോ. അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് സ്വമേധയാ ചെയ്യാൻ പറ്റണം. ഓക്കെ, സി പ്രാക്ടീസ് ഇല്ലാതെ നമ്മൾ എന്തൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ, എത്ര നല്ല വീഡിയോസ് കണ്ടാലും നമുക്കൊന്നും ഒരു ഉപയോഗം ഉണ്ടാവില്ല. സോ പ്ലീസ് മേക്ക് ഷുവർ പ്രാക്ടീസ് ആസ് മച്ച് ആസ് പോസിബിൾ. വീഡിയോസ് ഞാൻ ഒരു ചെറിയ പാർട്ടായിട്ടാണ് ഇടുന്നത്. സോ ബോറിംഗ് ആവാതിരിക്കാനാണ് അങ്ങനെ ചെറിയ പാർട്ടിൽ ഇടുന്നത്. ഓക്കെ, ആൻഡ് അങ്ങനെ പഠിക്കുമ്പോൾ പതുക്കെ നിങ്ങളത് ഫുൾ ടോപ്പിക് കവർ ആവും. യെസ്, സോ ലെറ്റ്സ് സി സിംഗറും ടീച്ചറും റിലേഷൻഷിപ്പ് നോക്കുക. സിംഗർ ടീച്ചർ റിലേഷൻഷിപ്പ് എന്താണ്? ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ കോമൺ എലിമെന്റ് സ്റ്റുഡൻസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. പിന്നെ ടീച്ചറിന്റെ വാല്യൂ ഇവിടെ 50 ആണ്, സിംഗേഴ്സിന്റെ വാല്യൂ ഇവിടെ 100 ആണ്. സോ അത് നമ്മൾ അതേപോലെ എഴുതിയെടുത്തു. നേച്ചർ ഓഫ് കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ കൺസേൺഡ് നമുക്ക് കൺക്ലൂഷനും നെഗറ്റീവായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നെഗറ്റീവിൽ 150 അല്ലെങ്കിൽ 50 100 എവിടെയാണ് വരുന്നത്? അബ്സല്യൂട്ട്ലി സം നോട്ടിൽ മാത്രമേ വരുള്ളൂ, വേറെ ഒരിടത്തും വരില്ല. ഓളിലും സം നോട്ടിലും മാത്രമേ 150 നമ്പർ ഉള്ളൂ. ഓൾ പോസിറ്റീവ് ആണ്, സം നോട്ട് നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവിൽ 150 വരുന്ന സം നോട്ടിലാണ്. സോ ബേസിക്കലി സം നോട്ട് എന്ന് എഴുതുമ്പോൾ ആദ്യം നമുക്ക് 50 വരണം. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സ് ആദ്യം വരണം. സം ടീച്ചേഴ്സ് ആർ നോട്ട് സിംഗേഴ്സ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഡെഫിനറ്റ് കൺക്ലൂഷൻ. അപ്പോൾ നമ്മൾ പോട്ടെ, സം ടീച്ചേഴ്സ് ആർ നോട്ട് സിംഗേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഡെഫിനറ്റ് കൺക്ലൂഷൻ കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? സമ്മും നോയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂ ആവാം. ഇവിടെ കിടക്കുന്ന സം അല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും നോക്കണോ? സമ്മ് ട്രൂ ആവുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂ ആവും. നമുക്ക് ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ഇസ് ട്രൂ. രണ്ടാമത്തേത് നോക്കുക, ടീച്ചറും സിംഗേഴ്സും. വീണ്ടും സിംഗറും ടീച്ചറും അതേ എലിമെന്റ്സ് തന്നെയാണ്. അപ്പോൾ ഡെഫിനറ്റ് കൺക്ലൂഷൻ വീണ്ടും അത് തന്നെ കിട്ടുള്ളൂ. സം ടീച്ചേഴ്സ് ആർ നോട്ട് സിംഗേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? സം നോട്ടിൽ സമ്മും നോയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൂ ആവും, ഓളും സം നോട്ട് മാത്രം റിവേഴ്സിലുള്ളൂ. അപ്പോൾ ഇത് നോ ആണ്. അപ്പോൾ നോ ആകുമ്പോൾ നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോസിബിലിറ്റി ട്രൂ ആണല്ലോ, പിന്നെ നമുക്ക് വേറെ ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല. സോ ദിസ് കൺക്ലൂഷൻ ഇസ് ട്രൂ. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ എ ക്യാൻ ബി സി. അപ്പോൾ എക്കും സിക്കും ഇടയിൽ ഡെഫിനറ്റ് കൺക്ലൂഷൻ നോക്കണം. എയും സി ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ്, കോമൺ എലിമെന്റ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. എയുടെ വാല്യൂ 50 ആണ്, സിയുടെ വാല്യൂ 100 ആണ്. നേച്ചർ ഓഫ് കൺക്ലൂഷൻ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, സോ നെഗറ്റീവ് വരും. നെഗറ്റീവിൽ നമുക്ക് വരുന്ന 150 അല്ലെങ്കിൽ 50 100 സം നോട്ടിൽ മാത്രമാണ്. സം നോട്ടിൽ 50 ആദ്യം വരണം, അത് 50 ഇവിടെ ആദ്യം ഉണ്ട്. സോ സമ്മ് എ ആർ നോട്ട് സി. ഇതാണ് നമുക്ക് കിട്ടുന്ന ഡെഫിനറ്റ് കൺക്ലൂഷൻ. സം എ ആർ നോട്ട് സി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? ഓളും സം നോട്ട് റിവേഴ്സിൽ പോസിബിലിറ്റി ഉണ്ട്, സമ്മും നോയും ബോത്ത് വേസ് ഉണ്ട്. ഇവിടെ കിടക്കുന്ന ഓളാണ്. ഓൾ വരാം, പക്ഷേ അതെങ്ങനെയാണ്? റിവേഴ്സ്ഡ് വരണം. ഇവിടുത്തെ ഓർഡർ എ സി ആണ്, ഇവിടുത്തെ ഓർഡറും എ സി ആണ്. അപ്പോൾ അത് റിവേഴ്സ്ഡ് ആയിട്ടില്ല. റിവേഴ്സ്ഡ് ആവണമെങ്കിൽ ഓൾ സി ക്യാൻ ബി എന്ന് വരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ട്രൂ ആവുമായിരുന്നു. സോ ദിസ് കൺക്ലൂഷൻ ഇസ് ഫാൾസ്. രണ്ടാമത്തെ സിക്കും എക്കും ഇടയിൽ തന്നെയാണ്. വീണ്ടും നമുക്ക് സിക്കും എക്കും ഇടയിലാകുമ്പോൾ ഈ സെയിം ഡെഫിനറ്റ് കൺക്ലൂഷൻ തന്നെ കിട്ടുള്ളൂ. സം എ ആർ നോട്ട് സി. സം എ ആർ നോട്ടിൽ സിയിൽ നമുക്ക് എന്താണ്? സമ്മും നോയും ബോത്ത് വേസ് വരാമല്ലോ. അപ്പോൾ സം ആണ്, വേറെ നമുക്ക് ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല. ദിസ് കൺക്ലൂഷൻ ഇസ് ട്രൂ. ഓക്കെ, സോ ഐ ഹോപ്പ് മൈ പോയിന്റ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ഓക്കെ, സോ ഞാനിതിൻ്റെ ഒരു 1-2 കോമൺ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വിൽ ഫിനിഷ് ദ വീഡിയോ. സോ പ്ലീസ് മേക്ക് ഷുവർ ഇതുവരെ പഠിച്ച കൺസെപ്റ്റ്സ് ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് ചെയ്യണമെങ്കിൽ റിവൈസ് ചെയ്യണം. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഡിസ്കസ് ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ,
ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് സീ. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ ഫസ്റ്റിൽ നമുക്ക് എക്സാമിൽ ഒരു കാര്യം മനസ്സിലാക്കണം, സ്റ്റേറ്റ്മെന്റ്സ് ഇതേപോലെ ഒരു ലൈനിലായിരിക്കും കിടക്കുന്നുണ്ടാവും മോസ്റ്റ്ലി. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തപ്പോഴൊക്കെ ഒരു ഒന്നിൻ്റെ താഴെ ഒന്നുണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് കുറേ കംഫർട്ടബിൾ ആയിരുന്നു. സോ ലെറ്റ്സ് ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഓൾ സ്കെയിൽസ് ആർ പെൻസിൽസ് 6 ആണ് കിടക്കുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് പോലെ ഓൾ എന്നാകുമ്പോൾ പോസിറ്റീവ് കൺക്ലൂഷൻ ആണ്. സ്കെയിലും പെൻസിലിനും ഇടയ്ക്ക് സ്കെയിലും പെൻസിലിനും ഇടയ്ക്ക് റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കുക. സ്കെയിലും പെൻസിലിനും ഇടയ്ക്ക് റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ സ്കെയിൽ ഇവിടെ കിടപ്പുണ്ട്, പെൻസിൽസ് ഇവിടെ ഉണ്ട്. സോ ബേസിക്കലി രണ്ടും ഒരു സ്റ്റേറ്റ്മെന്റിലില്ല. സോ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് സ്കെയിലും പെൻസിലും കണക്ട് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് വേണമെന്നാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റും ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓൾ പെൻസ് ആർ സ്കെയിൽസ്, ഓൾ സ്കെയിൽസ് ആർ പെൻസ്, അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം പെന്ന് കോമൺ ആയിട്ട് കിട്ടും. ഈ നടുക്കത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ അവിടെ നമുക്ക് പെന്ന് കോമൺ ആയിട്ട് കിട്ടി. നമ്മൾ എന്ത് ചെയ്ത് റിലേഷൻഷിപ്പ് ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ കോമൺ പെൻ കിട്ടി, അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ടോ എന്ന് നോക്കി. ഇനി പെൻസിലും സ്കെയിൽസിനും ഇടയ്ക്കുള്ള ഡെഫിനറ്റ് ഇതാണ് ഇൻകം എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻ നോക്കുക. പെൻസിലിന്റെ ഇൻകം ഇവിടെ 50 ആണ്. അപ്പോൾ ഇവിടെയും എക്സ്പെൻഡിച്ചറും 50 ആണ്, കുഴപ്പമില്ല. സ്കെയിലിന്റെ ഇൻകം ഇവിടെ എന്താണ് 100 ആണ്, എക്സ്പെൻഡിച്ചർ 100 ആണ്. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ട്രൂ. ഇനി അടുത്ത ഇറേസറും സ്കെയിലും ബീങ് എ പോസിബിലിറ്റി, ഇത് പോസിബിലിറ്റി കേസാണ്. അപ്പോൾ ഇറേസറിനും സ്കെയിലിനും ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡെഫിനറ്റ് കൺക്ലൂഷൻ കണ്ടെത്തണം. ഇറേസറിനും സ്കെയിലിനും ഇടയ്ക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ കണ്ടെത്തണം. സോ ഒരു മിനിറ്റ് ഞാനൊന്ന് മാറ്റിയിട്ട് നോക്കാം. ഇറേസറും സ്കെയിലും കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് ഒന്ന് നോക്കി. നിങ്ങളൊന്ന് ആദ്യം നോക്കി ഇറേസറും സ്കെയിലും കണക്ട് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വേണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് സ്കെയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ, ഇറേസർ ഇവിടെ ഉണ്ട്. ഇതിനെ കണക്ട് ചെയ്യണേ ബേസിക്കലി എന്താണ്, നമ്മൾ ഈ പെൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്ന് പെൻസിൽ കണക്ട് ചെയ്തിട്ട് ഇറേസറിൽ എത്താൻ പറ്റും. സോ ബേസിക്കലി 3 സ്റ്റേറ്റ്മെന്റും ആവശ്യമുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ സ്കെയിലിൽ നിന്ന് തുടങ്ങി പെൻ ടു പെൻ കണക്ട് ചെയ്തു. ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പെന്ന് കോമൺ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ഇത് 2 എണ്ണം. പെന്ന് കോമൺ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ട്. അപ്പോൾ അത് 2നെ കണക്ട് ചെയ്യാം. അടുത്ത ഇവിടെ പെൻസിൽ കോമൺ ഉണ്ട്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 100 ഉണ്ടോ? ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു 100 ഇല്ലെങ്കിൽ അവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്, നോ കൺക്ലൂഷൻ കേസാണ്. നോ കൺക്ലൂഷൻ വരുമ്പോൾ നമുക്ക് എന്ത് വരും, നോ കൺക്ലൂഷൻ വരുമ്പോൾ എന്ത് വരും, എല്ലാ പോസിബിലിറ്റീസും ട്രൂ ആവും. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ആബ്സല്യൂട്ട്ലി ട്രൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്കിപ്പോൾ 2 കൺക്ലൂഷൻ ട്രൂ ആണ്. സോ ബോത്ത് 1 and 2 ഫോളോസ്. ഞാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഏറ്റവും അവസാനം ഐദർ ഓർ കേസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐദർ ഓർ കേസ് എപ്പോഴും ഓർമ്മ മനസ്സിലാവണം. ഐദർ ഓർ കേസ് ക്യാൻ ബി അപ്ലൈഡ്, ഇത് നോട്ടായിട്ട് എഴുതി വെക്കണേ, ക്യാൻ ബി അപ്ലൈഡ് ടു ഡെഫിനറ്റ് കൺക്ലൂഷൻസ് ഓൺലി. ഡെഫിനറ്റ് കൺക്ലൂഷൻസ് ഓൺലി. 2 കൺക്ലൂഷനും ഡെഫിനറ്റ് ആണെങ്കിൽ മാത്രമേ ഐദർ ഓർ കേസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ഡെഫിനറ്റ് ഒന്ന് പോസിബിലിറ്റി ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, 2 പോസിബിലിറ്റി ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് എ മിനിറ്റ്. സോ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിൽ ഞാനിവിടെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് ആവശ്യമുള്ള എല്ലാ കൺസെപ്റ്റും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറം നിങ്ങൾക്ക് കുറേ കൂടെ അധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, പിന്നെ ടോപ്പിക് ടെസ്റ്റുകൾ വേണം ഇതിൻ്റെ ബേസിൽ എങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ചാനലിൽ നമ്മളെ വെബ്സൈറ്റിലോ ആപ്പിലോ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു പെയ്ഡ് കോഴ്സ് ഉണ്ട്. വളരെ കുറഞ്ഞ പൈസയ്ക്കാണ്, 49 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അതിൽ സിലോയിസിൻ്റെ എല്ലാ കൺസെപ്റ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണൽ ടിപ്സും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കുറേ അധികം ഞാൻ ക്വസ്റ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രാക്ടീസ് ഒരു 50 ഓരോ ടൈപ്പ് സെക്ഷൻ, ഡെഫിനറ്റ് കൺക്ലൂഷനിൽ ഒരു 50 ക്വസ്റ്റൻ, അതേപോലെ പോസിബിലിറ്റിയിൽ 50 ക്വസ്റ്റൻ, അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അതിനെ 1 by 1 ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അതേപോലെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ഉണ്ടാവും ഡെയിലി. സോ അതൊക്കെ നിങ്ങൾക്ക് അതിൽ അവൈൽ ചെയ്യാവുന്നതാണ്. സോ ഇപ്പം നിങ്ങൾ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് 10 രൂപ ഡിസ്കൗണ്ടും കൂടെ കിട്ടും. സോ 39 റുപ്പീസിൽ നിങ്ങൾക്ക് ഈ ഫുൾ കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. അടുത്ത് ഇവിടെ ഓൾ മെറ്റൽ, വുഡ് ബീങ് മെറ്റൽ ഇസ് എ പോസിബിലിറ്റി കേസാണ്. പോസിബിലിറ്റി കേസ് ആകുമ്പോൾ നമുക്ക് ആദ്യം വുഡിനും മെറ്റലിനും ഇടയ്ക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ കണ്ടെത്തണം. അപ്പോൾ വുഡ്, ഇത് നിങ്ങൾ മൈൻഡിൽ ചെയ്യേണ്ടതാണ്, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് മാത്രം എഴുതി കാണിക്കുന്നേ ഉള്ളൂ. വുഡും മെറ്റലും കണക്ട് ചെയ്യണമെങ്കിൽ വുഡ് നമുക്ക് ഇവിടെയാണ് കിടക്കുന്നത്, മെറ്റൽ ഇവിടെ കിടപ്പുണ്ട്. സോ ബേസിക്കലി ഈ 2 സ്റ്റേറ്റ്മെന്റിനെ കണക്ട് ചെയ്ത് പിന്നെ ഈ ഗ്ലാസിനെ കണക്ട് ചെയ്താൽ വുഡിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ കണക്ട് ചെയ്യാൻ നമുക്ക് നോക്കിയപ്പോൾ ഓട്ടിച്ച് നോക്കിയപ്പോൾ പ്ലാസ്റ്റിക് കണക്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കണക്ട് ചെയ്ത് വരാൻ പറ്റും. ഇനി കമ്പൈൻ ചെയ്യാൻ പറ്റും നോക്ക്. പ്ലാസ്റ്റിക് കോമൺ എലിമെന്റ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഇവിടെ ഉണ്ട്, അത് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് കമ്പൈൻ ചെയ്യാം. അടുത്ത ഗ്ലാസ് എന്തുണ്ട്, കോമൺ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 100 ഇവിടെ ഉണ്ട്. സോ അതും കമ്പൈൻ ചെയ്യാം. സോ ബേസിക്കലി ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് വരെ എത്താനും പറ്റും, കമ്പൈൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് എന്താണ്, മെറ്റലും വുഡിനും ഇടയ്ക്കുള്ള ഡെഫിനറ്റ് ഇത് നമ്പേഴ്സ്. മെറ്റലിന്റെ നമ്പേഴ്സ് എത്ര, 50 ആണ്. വുഡിന്റെ നമ്പർ 100 ആണ്. നേച്ചർ ഓഫ് കൺക്ലൂഷൻ, നമ്മൾ ഈ 3 കൺസേൺഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. സോ നേച്ചർ ഓഫ് കൺക്ലൂഷൻ നെഗറ്റീവ് വരും. നെഗറ്റീവ് വരുമ്പോൾ എന്താണ്, നെഗറ്റീവ് 150 അല്ലേ, അപ്പോൾ അത് സം നോട്ട് അല്ലേ വരേണ്ടത്. സം നോട്ട് വരുമ്പോൾ ആദ്യം എന്ത് വരണം, 50 വരണം. അപ്പോൾ സം മെറ്റൽ ആർ
നോട്ട് വുഡ് എന്നാണ് നമുക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ കിട്ടുന്നത്. സം മെറ്റൽ ആർ നോട്ട് വുഡ് എന്ന്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ പഠിച്ചത്? സം നോട്ട് എന്ന ഡെഫിനറ്റ് കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമ്മും നോയും എന്ത് വരും? ബോത്ത് വേസ് വരും. പക്ഷേ ആൻഡ് ഓളും സം നോട്ടും എന്താണ്? ഓളും സം നോട്ടും റിവേഴ്സ്ഡ് വരും. ഓക്കെ, സോ നമുക്കിവിടെ കിടക്കുന്ന കൺക്ലൂഷൻ ഓളാണ്. ഇനി റിവേഴ്സ്ഡ് ആണെന്നും കൂടി നോക്കിയാൽ മതി. ഇവിടുത്തെ ഓർഡർ വുഡ് മെറ്റൽ വുഡ് എന്നാണ്, ഇവിടുത്തെ ഓർഡർ വുഡ് മെറ്റൽ ആണ്. സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓർഡർ, റിവേഴ്സ്ഡ് ആയിട്ടുണ്ട്. സോ ദിസ് കൺക്ലൂഷൻ ഈസ് ട്രൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. ഇനി അടുത്ത രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കാം. ലെറ്റ് മീ റബ് ദിസ് ഔട്ട് ഫസ്റ്റ്. ഇനി സോ ഫസ്റ്റ് കൺക്ലൂഷൻ നമുക്ക് എന്തായി? ട്രൂ ആയി. ഇനി ഗ്ലാസും സോറി ജസ്റ്റ് എ മിനിറ്റ്. യാ, ഗ്ലാസും വുഡിനിടയ്ക്ക് നമുക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ വേണം. ഇനി ഗ്ലാസ് വുഡ് നോക്കുക, റിലേഷൻഷിപ്പ് നോക്കാതെ. ഗ്ലാസ് വുഡ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ലേ? എന്നിട്ട് നമുക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ കണ്ടെത്തേണ്ട കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ കിടക്കുന്ന കൺസേൺഡ് സ്റ്റേറ്റ്മെന്റ് തന്നെ ആയിരിക്കും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഡെഫിനറ്റ് കൺക്ലൂഷൻ. അപ്പോൾ നോ ഗ്ലാസ് വുഡ് അല്ലെങ്കിൽ നോ വുഡ് ഇസ് ഗ്ലാസ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് നമ്മൾ എന്താണ് പറഞ്ഞത്? നോ എന്നുള്ള ഡെഫിനറ്റ് കൺക്ലൂഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഒരു പോസിബിലിറ്റിയും ട്രൂ ആവില്ല. സോ ഫസ്റ്റ് കൺക്ലൂഷൻ, സെക്കൻഡ് കൺക്ലൂഷൻ എന്താണ്? ഫോൾസ് ആണ്. സോ ഇതിൽ നമുക്ക് ഓൺലി വൺ ഫോളോസ് എന്നുള്ള ആൻസർ കിട്ടും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ നമ്മൾ സിലോയിസമിൻ്റെ മേജർ സെക്ഷൻ കവർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡെഫിനറ്റ് കൺക്ലൂഷൻസ് കവർ ചെയ്തു, പോസിബിലിറ്റി കവർ ചെയ്തു. ഇനി നമുക്ക് മുമ്പോട്ട് കവർ ചെയ്യാനുള്ളത് റിവേഴ്സ് സിലോയിസം ഉണ്ട്, പിന്നെ ഓൺലിയുടെ കേസ് ഉണ്ട്, ഓൺലി എ ഫ്യൂ കേസ് ഉണ്ട്. സോ അടുത്ത് വരുന്ന വീഡിയോസിൽ ഞാൻ അതും കവർ ചെയ്യുന്നുണ്ടാവും. സോ പ്ലീസ് മേക്ക് ഷുവർ ഇതുവരെ പഠിച്ചതെല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്യുക. ആൻഡ് ദെൻ ഐ വിൽ മീറ്റ് യു ബാക്ക് ഇൻ ദ അപ്കമിങ് വീഡിയോസ്. ഓക്കെ, സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഇതിലേക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബിക്കോസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു മോട്ടിവേഷൻ വരുന്നത്. ഇനി മുമ്പോട്ട് വീഡിയോസ് ഉണ്ടാക്കണോ വേണ്ടേ, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ? ദാറ്റ് ഓൾ ഐ ഗെറ്റ് ടു നോ ബേസ്ഡ് ഓൺ യുവർ കമൻറ്റ്. സോ പ്ലീസ് മേക്ക് ഷുവർ യു ആർ റെഗുലർലി കമൻറ്റിംഗ് ഓൺ ദ വീഡിയോസ് ആൻഡ് യു ടെൽ മീ വെദർ യു അണ്ടർസ്റ്റാൻഡ് ഓർ നോട്ട്. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് പറയാം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.